ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു വലിയ തിരക്കഥയിലെ ഒരു കൊച്ചു കഥാപാത്രങ്ങളെ പോലെയാണ്. ദിനചര്യകളിൽ അതിൻ്റെ ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നാളെക്കുറിച്ചുള്ള ചിന്തകൾ, പകുതി വഴിയിൽ നിന്നു പോയിട്ടുള്ള ചില സ്വപ്നങ്ങൾ, ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ നിശബ്ദമായി ഇരുന്ന് നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്താണ്? ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഇങ്ങനെ തുടങ്ങി പലവിധമായ ചിന്തകൾ പലപ്പോഴും നമ്മെ ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ കൂടി തന്നെയാണ് നമ്മുടെ ജീവിതം വ്യാപരിക്കുന്നത്. കാരണം അത്രയേറെ സമ്മർദ്ദം നിറഞ്ഞുകൊണ്ട് സമ്മിശ്രമായിരിക്കുന്ന ഒരു ജീവിത ശൈലിയിൽ കൂടി തന്നെയാണ് നമ്മളുടെ ജീവിതം നടന്നു പോവുകയും ചെയ്യുന്നത്. ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗം കേവലം വായിച്ചു പോകുവാനുള്ള ഒരു വരികൾ മാത്രമല്ല, അതൊരു അത്ഭുതത്തിൻ്റെ ഒരു യാത്ര കൂടി തന്നെയാണ്. മനുഷ്യൻ്റെ അസ്തിത്വത്തിൽ തുടങ്ങി ഏറ്റവും രഹസ്യമായിരിക്കുന്ന അറകളിൽ തുടങ്ങി ലോകത്തിൻ്റെ വിശാലമായ വീഥികളിൽ കൂടെ ഒഴുകിപ്പരക്കുന്ന ഒരു ആത്മീയ യാത്രയാണ് പഴയ നിയമത്തിലെ ഒരു ഭക്തന് വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചു വച്ചിരിക്കുന്ന ഒറ്റ വരി വചനത്തിൽ നിലകൊള്ളുന്നത്. ഒരു മനുഷ്യൻ്റെ വിശ്വാസ ജീവിതവും വ്യക്തി ജീവിതവും അവൻ്റെ സാമൂഹ്യപരമായിരിക്കുന്ന ജീവിതവും ലോകത്തോടുള്ള ഉത്തരവാദിത്വം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും എത്ര കൃത്യതയോടുകൂടിയാണ് ഈ ഒരു വാക്യത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണമായിട്ട് ഇടയാകും. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത്രയേറെ നാം അതിശയിച്ച് പോവുകയും ചെയ്യും എന്നുള്ളതാണ്. 111 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യത്തെ ആസ്പദമാക്കിയാണ് അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്തകളെ ഉണർത്തുവാൻ പോകുന്ന ഒരു വേദഭാഗം തന്നെയാണ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയുവാൻ തക്കവണ്ണമായിട്ട് സാധിക്കും. കാരണം 111 സങ്കീർത്തനം 1 വാക്യം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: യഹോവയെ സ്തുതിക്കുവിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും എന്നാണ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ 111, 112 സങ്കീർത്തന ഭാഗങ്ങൾ അതിൻ്റെ വാക്യങ്ങൾ ആരംഭിക്കുന്നത് ഹീബ്രുവിലെ അക്ഷരമാല ക്രമത്തിലാണ്. ഇത് ഹാലേലിയ സങ്കീർത്തനങ്ങളെന്ന് അറിയപ്പെടുന്നു. നാം വായിച്ച 111 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം യഹോവയെ സ്തുതിക്കുവിൻ എന്നാണ് മലയാള ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഹീബ്രു ഭാഷയിലെ ബൈബിളിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തുന്നത് ഹാലേലിയ എന്ന പദം കൊണ്ട് തന്നെയാണ്. ഹാലേലിയ എന്ന് പറയുന്ന ഒറ്റ പദമാണ് അവിടെ വരുന്നത്. യഹോവയെ സ്തുതിക്കുവിൻ. ആ യഹോവയെ സ്തുതിക്കുവിൻ, ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്ന് വേദഭാഗം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഹാലേലിയ, നേരുള്ളവരുടെ സഭയിലും സദസ്സിലും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്ന് രേഖപ്പെടുത്തുന്ന ഒരു ഭാഗമായിട്ട് നമുക്കതിനെ ഒന്ന് വേർതിരിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയാകണം. കാരണം ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ സ്തുതിയെന്ന് നമുക്ക് തോന്നിയേക്കാം, അല്ലേ? നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന നമ്മുടെ ജീവിതവുമായി നമ്മൾ പരിചിതമായിരിക്കുന്ന ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഒരു സാധാരണമെന്ന് ഒരു ചിന്തയിലേക്ക് നയിച്ചേക്കാം. എന്നാൽ നമ്മുടെ ഉള്ളിലെ വിഭജിക്കപ്പെടാത്ത ഹൃദയം, അതുപോലെ തന്നെ കൊടുങ്കാറ്റുകളിൽ നമ്മെ താങ്ങി നിർത്തുന്ന കൂട്ടായ്മയുടെ അദൃശ്യമായ വേരുകൾ, അതുപോലെ ഇരുളിൽ നാം തെളിയിക്കേണ്ട പരസ്യമായ പ്രത്യാശയുടെ അഗ്നി, ഇതാണ് പ്രധാനമായിട്ടും ഈ വാക്യങ്ങളിൽ നിലകൊള്ളുന്നത്. അതായത് വിഭജിക്കപ്പെടാത്ത ഹൃദയം, അതുപോലെ അദൃശ്യമായിരിക്കുന്ന നമ്മുടെ വേരുകൾ, പ്രത്യാശയുടെ അഗ്നി. ഈ ആശയമാണ് പ്രധാനമായിട്ടും ഈ വാക്യങ്ങളിൽ നിലകൊള്ളുന്നത്. 111 സങ്കീർത്തനം പഴയ നിയമത്തിലെ ഒരു അക്ഷരമാല സങ്കീർത്തനമാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ. അക്ഷരമാല സങ്കീർത്തനം എന്നും പറയാം, അതുപോലെ ഹാലേലിയ സങ്കീർത്തനം. അതായത് A to Z വരെയുള്ള അക്ഷരങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ, അതായത് ഹീബ്രു അക്ഷരമാലകളിൽ 1-ാമത്തെ അക്ഷരം മുതൽ അവസാനത്തെ അക്ഷരം വരെയും
ഇതിനകത്ത് ഓരോ വാക്യങ്ങളിലും ആദ്യത്തെ അക്ഷരങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് A to Z വരെയുള്ള അക്ഷരങ്ങൾ അതിനകത്ത് വരുന്നു എങ്കിൽ സമസ്ത തലങ്ങളിലും ദൈവത്തെ സ്തുതിക്കുക എന്നൊരർത്ഥം കൂടെ നമുക്കതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. സമസ്ത സ്ഥലങ്ങളിൽ എല്ലായിടങ്ങളിലും ആ ഒരു ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ട് രേഖപ്പെടുത്തുകയാണ്. ഇത് മനുഷ്യൻ്റെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന കാരണത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു ദൈവശാസ്ത്ര പ്രഖ്യാപനമാണ് എന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ രേഖപ്പെടുത്തുവാൻ തക്കവണ്ണമായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ്. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് ബൈബിളിലെ വിവിധ കഥാപാത്രങ്ങളുടെ ജീവിത ശൈലികളെയും ജീവിത രീതിയും കൂടെ ചേർത്ത് ചെറിയ ചില ചിന്തകളിൽ കൂടെ നമുക്ക് അല്പസമയം ആയിരിക്കാൻ തക്കവണ്ണമായിട്ട് ഇടയാകും. 3 ചെറിയ ചിന്തകളാണ് ഈ ഒരു വാക്യവുമായി ബന്ധപ്പെട്ട് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1 അകം, 2 കൂട്ടായ്മ, 3 ലോകം. ഈ 3 ആശയങ്ങളാണ് പ്രധാനമായിട്ടും ഈ വാക്യമായിട്ട് ചേർത്തിരിക്കുന്നത്. 1 അകം, 2 കൂട്ടായ്മ, 3 ലോകം. അകമെന്നാൽ പൂർണ്ണ ഹൃദയം. ഇവിടെ 1-ാം വാക്യത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്ന. പൂർണ്ണ ഹൃദയത്തോടു കൂടി ഞാൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുമെന്ന. അതായത് 1-ാമത്തെ ഭാഗം അവിടെ അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ എബ്രായ ചിന്താഗതിയിൽ ഹൃദയം എന്ന് പറയുന്നത് കേവലം വികാരങ്ങളുടെ മാത്രമല്ല, അത് മനുഷ്യൻ്റെ ബുദ്ധി, ഇച്ഛാശക്തി, തീരുമാനങ്ങൾ എന്നിവയുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രമാണ്. പൂർണ്ണ ഹൃദയത്തോടെ എന്ന് സങ്കീർത്തനക്കാരൻ അവിടുന്ന് പറയുമ്പോൾ അത് വിഭജിക്കപ്പെടാത്ത ഒരു ഹൃദയത്തിൻ്റെ ഒരു തലമാണ് കാണിക്കുന്നത്. പൂർണ്ണ ഹൃദയമായിരിക്കണം. അതായത് പാതി മനസ്സോടുകൂടിയോ അല്ലെങ്കിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഹൃദയത്തോടു കൂടിയല്ല, 100% പൂർണ്ണമായിട്ടും ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൽ ആണ് അദ്ദേഹം വരച്ചു കാട്ടുന്നത്. അതായത് 100% എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നു. ആ പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണമെന്നുള്ളതും ഈ വാക്യഭാഗം നമ്മളോട് പങ്കുവെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പഴയ നിയമഭാഗങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ അവിടുന്ന് ദാവീദിൻ്റെ ഒരു നൃത്തത്തെ പറ്റിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പൂർണ്ണ ഹൃദയത്തോടു കൂടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ വലിയ ഉദാഹരണമാണ് ദാവീദ് രാജാവിൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ രാജകീയ പ്രൗഢികളെല്ലാം എടുത്തു മാറ്റുകയാണ്. ആ രാജകീയ പ്രൗഢികളെല്ലാം എടുത്തു മാറ്റി ഒരു സാധാരണക്കാരനെ പോലെ ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് മുമ്പാകെ നൃത്തം വെച്ചു എന്നാണ് രേഖപ്പെടുത്തുന്നത്, അല്ലേ? സാധാരണക്കാരനെ പോലെ ദാവീദ് പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് മുമ്പാകെ നൃത്തം വെക്കുകയും ചെയ്യുന്നുണ്ട്. ശൗലിൻ്റെ മകളായ മീകൾ അവനെ പരിഹസിച്ചപ്പോഴും ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്, എന്നെ ഇത്രത്തോളം മാനിച്ച യഹോവയുടെ മുമ്പാകെ ഞാൻ ഇനിയും എന്നെ തന്നെ താഴ്ത്തുമെന്നാണ്. ഇത്രത്തോളം എന്നെ മാനിച്ച യഹോവയുടെ മുമ്പാകെ ഞാൻ ഇനിയും എന്നെ തന്നെ താഴ്ത്തുമെന്നാണ്. പൂർണ്ണ ഹൃദയത്തോടു കൂടെയുള്ള ഒരു ആരാധകന്, പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ അവൻ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ആ ഒരു ആരാധകന് ലോകത്തിൻ്റെ പരിഹാസങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യകതയില്ല, ലോകത്തിൻ്റെ പരിഹാസങ്ങളെ ഭയപ്പെടുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് വേദഭാഗം നമുക്ക് നൽകുകയും ചെയ്യുന്നത്. പുതിയ നിയമഭാഗത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തികൾ 5-ാം അധ്യായത്തിൽ അനന്യാസിൻ്റെയും സഫീറയുടെയും തലവും നമ്മൾ കാണുന്നുണ്ട്. അവരുടെ തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് വിഭജിക്കപ്പെട്ട ഒരു ഹൃദയമായിരുന്നു. ദൈവസന്നിധിയിൽ വിഭജിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹൃദയത്തിൻ്റെ ഇടമാണ് അനന്യാസും സഫീറയും. എന്നാൽ അവരുടെ ഹൃദയം വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം പകുതി ദൈവത്തിനും പകുതി ലോകത്തിൻ്റെ സമ്പത്തിനും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പണത്തിനും വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ വിഭജിക്കപ്പെട്ട ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് വസിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോസ്തല പ്രവർത്തിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവസന്നിധിയിൽ അവരവിടെ ആയിരിക്കുമ്പോൾ അവർ ഒരു തെറ്റ് ചെയ്യുകയാണ്. സകലതും ദൈവത്തിന് സമർപ്പിച്ചു, മറ്റുള്ളവരൊക്കെയും കൂടെ ഉണ്ടായിരുന്നവരൊക്കെയും സകലതും ദൈവത്തിന് സമർപ്പിച്ചു എന്ന് അവിടെ രേഖപ്പെടുത്തുമ്പോൾ അനന്യാസും സഫീറയും ചെയ്യുന്നത് ഒരു ഒളിച്ചു വെക്കലിൻ്റെ ഒരു തലം അവിടെ കാട്ടുന്നുണ്ട്. ആ ഒരു ഒളിച്ചു വെക്കലിൻ്റെ തലത്തിൽ നിന്ന് ഒരു വലിയ ദുരന്തം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നാം ആരാധിക്കുവാൻ തക്കവണ്ണമായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയം ലൗകിക ചിന്തകളാൽ വിഭജിക്കപ്പെട്ടിരിക്കുകയാണോ, അതോ ദാവീദിനെ പോലെ പൂർണ്ണമായി ദൈവത്തിൽ
കേന്ദ്രീകരിച്ചിരിക്കുകയാണോ എന്നുള്ളത് നാം ഒന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുകയും ഉത്തരം കണ്ടെത്തേണ്ടതും ആവശ്യകതയാണ്. വിശുദ്ധ കുർബാനയുടെ ഭാഗങ്ങളിൽ സ്തൗമൻ കാലോസ് എന്ന വാക്ക് ശുശ്രൂഷകാരൻ ഇടയ്ക്കൊക്കെ ചൊല്ലുന്നതായിട്ട് നാം കേൾക്കുന്നുണ്ട്. നാം നല്ലവണ്ണം നിൽക്കണം, നാം നല്ലവണ്ണം നിൽക്കണം. എന്താണ് നമ്മുടെ നിപ്പിന് എന്താ കുഴപ്പം? നമ്മൾ രണ്ട് കാലിലല്ലേ നിൽക്കുന്നത്, ഒറ്റ കാലിലല്ലല്ലോ നിൽക്കുന്നത്, രണ്ട് കാലിലാണ് നിൽക്കുന്നത്. അതുപോലെ ചിലപ്പോൾ നമ്മൾ കസേരയിലിരിക്കാം, അല്ലെങ്കിൽ തറയിലിരിക്കാം, പുസ്തകമുണ്ടാകാം, പുസ്തകമില്ലാതിരിക്കാം. പക്ഷേ ശുശ്രൂഷക്കാരൻ എന്തിനാണ് ഇടയ്ക്ക് സ്തൗമൻ കാലോസ് എന്ന് പറയുന്നത്? നാം നല്ലവണ്ണം നിൽക്കണം. എങ്ങനെയാണ് നല്ലവണ്ണം നിൽക്കേണ്ടത്? നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവിടെ നല്ല രീതിയിൽ നമ്മളും ദൈവവും കൂടെ ചേർന്ന് വരുന്ന ഒരു ആരാധനയിലേക്ക് എത്തിച്ചേരേണ്ട തലത്തിൽ നിൽക്കണം എന്നുള്ള ഒരു വിവക്ഷയാണ് അവിടെ വെക്കുന്നത്. വീണ്ടും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന കാർമ്മികൻ ചൊല്ലുന്നു, നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കണം. നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഒക്കെയും ദൈവത്തിന് മുമ്പാകെ ആയിരിക്കണം എന്ന് വീണ്ടും നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഏറ്റുപറയും, ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും എല്ലാം ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. ഞാൻ ചോദിക്കുകയാണ്, ദാവീദിനെ പോലെ പൂർണ്ണ ഹൃദയത്തോടു കൂടി തന്നെയാണോ എൻ്റെ ആരാധനയിൽ, ദൈവത്തിൻ്റെ ആരാധനയിൽ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിൽക്കുന്നത്? അതോ അനന്യാസിനെയും സഫീറയെ പോലെ ലൗകിക ചിന്തകൾ, ഇനി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എത്ര നേരം, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഇനി എന്ത് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ പലവിധമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നുവോ? അതോ ഈ ആരാധന അല്ലെങ്കിൽ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ എന്താണോ അത് എപ്പോൾ കഴിയും, അതിനുശേഷം എനിക്ക് അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ പല ചിന്തകൾ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്നുള്ളത് നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും ഓർപ്പിച്ചുകൊള്ളട്ടെ. പണ്ടൊരിക്കൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും മികച്ച സംഗീതജ്ഞർ ഒരുമിച്ച് കൂടുന്നുണ്ട്. ഓരോരുത്തരും വിലപിടിപ്പുള്ളതും നൂറുകണക്കിന് തന്ത്രികളുള്ളതുമായ വീണകളുമായി വന്ന് അതിമനോഹരമായ സംഗീതം പൊഴിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ വിരലുകൾ അതിവേഗം ചലിച്ചുകൊണ്ട് വളരെയധികം മനോഹരമായിരിക്കുന്ന സംഗീതം ഒക്കെ അവിടെ വരുമ്പോഴും സ്രഷ്ടാവിൻ്റെ സിംഹാസനത്തിന് യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല. അവസാനം കാഴ്ചയില്ലാത്ത ഒരു വൃദ്ധൻ സഭയിലെത്തുകയും അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന കാലപ്പഴക്കം ചെന്ന ഒരൊറ്റ തന്ത്രി മാത്രമുള്ള ഒരു ചെറിയ വീണയായിരുന്നു. അദ്ദേഹത്തെ മറ്റുള്ളവർ നോക്കുകയും പരിഹസിക്കുകയും ചെയ്തു. എന്നാൽ അയാൾ ആ ഒറ്റ തന്ത്രിയിൽ വിരൽ മീട്ടി പാടുവാൻ തുടങ്ങി. ആ സംഗീതത്തിൽ സാങ്കേതികമായിരിക്കുന്ന തികവൊന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ ഒരു സംഗീതത്തിൻ്റെ ഒരു മുഴുപ്പുണ്ടല്ലോ, ആ മുഴുപ്പൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ അയാളുടെ സകല സ്നേഹവും വേദനയും പ്രത്യാശയും ആ ഒറ്റ തന്ത്രിയിലൂടെ ഒഴുകിയിറങ്ങുകയാണ്. കാരണം അദ്ദേഹത്തിന് നിൽക്കുന്ന അവസ്ഥ അതാണ്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് സ്നേഹം ഉണ്ടാകുന്നുണ്ട്, വേദന ഉണ്ടാകുന്നുണ്ട്, പ്രത്യാശ ഉണ്ടാകുന്നുണ്ട്. ഇത് മൂന്ന് കാര്യങ്ങളും ചേർന്ന് അദ്ദേഹം വീട്ടുന്ന ആ ഒരു സംഗീതം വളരെയധികം മനോഹരമാവുകയും സിംഹാസനത്തിൽ ഒരു പ്രകാശം ഉണ്ടാവുകയും അവിടുന്ന് സ്രഷ്ടാവ് എഴുന്നേറ്റ് നിന്ന് ആ ഗാനത്തെ സ്വീകരിക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 100 തന്ത്രികളുള്ള സംഗീതജ്ഞർ ലൗകിക കാര്യങ്ങളാൽ വിഭജിക്കപ്പെട്ട ഹൃദയവുമായി ഉള്ളവരെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർ പുറമേ മനോഹരമായി സ്തുതിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം പലയിടങ്ങളിലേക്ക് വ്യാപരിച്ച് കിടക്കുകയാണ്. എന്നാൽ ഒറ്റ തന്ത്രിയുള്ള വീണ മീട്ടുന്നവൻ പൂർണ്ണ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ദൈവം നോക്കുന്നത് നമ്മുടെ കഴിവുകളുടെ വലിപ്പമല്ല, മറിച്ച് നാം നൽകുന്നതിൻ്റെ ആത്മാർത്ഥതയും വിഭജിക്കപ്പെടാത്ത സ്നേഹവുമാണ്. നാം നൽകുന്നതിൻ്റെ ആത്മാർത്ഥത, അതായത് തിരുവചന ഭാഗം പുതിയ നിയമഭാഗത്തിലാണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അധരസ്തുതികൾ എന്ന് പറയുന്നത് വെറും അധര വ്യായാമമായി മാറിപ്പോകുന്നൊക്കെ ഇടയാകരുത്. ആത്മാർത്ഥപരമായി എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരേണ്ട ഒന്നാണ് പ്രാർത്ഥന. ആത്മാർത്ഥപരമായിട്ട് എൻ്റെ ഹൃദയം സ്രഷ്ടാവിലേക്ക് ലയിക്കപ്പെടേണ്ടതാണ് പ്രാർത്ഥന. അങ്ങനെ ലയിക്കപ്പെടേണ്ട ഒരു തലത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടുകൂടി ആരാധിക്കുവാൻ തക്കവണ്ണമായിട്ട് എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരണം. സ്വരമാധുര്യമോ അല്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകളുടെ ഗാംഭീര്യമോ
അല്ലെങ്കിൽ വാക്കുകളുടെ കസർത്തോ ഒന്നുമല്ല പ്രാർത്ഥനയുടെ തലം. തിരുവചന ഭാഗങ്ങളിലാണ് സൂചിപ്പിക്കുന്നത്, അധര വ്യായാമമായി പോകുന്ന കോണമായിട്ടിടയാകാതെ ആത്മാർത്ഥതയുള്ള ഒരു സ്തുതികളായി സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീർന്നു. രണ്ടാമതായിട്ട് നേരുള്ളവരുടെ സഭയിൽ, അതായത് കൂട്ടായ്മയുടെ ഒരു സാന്നിധ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും എന്നുള്ള ഭാഗമാണ് രേഖപ്പെടുന്നത് അല്ലേ. ഇവിടെ സഭ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ എബ്രായ പദം എന്ന് പറയുന്നത് സോദ് എന്നാണ്. സോദ് എന്നാണ്. ഇതിന് അർത്ഥം അടുത്ത സുഹൃത്തുക്കളുടെ രഹസ്യ കൂട്ടായ്മ എന്ന് പറയാം. അടുത്ത സുഹൃത്തുക്കളുടെ രഹസ്യ കൂട്ടായ്മ അല്ലെങ്കിൽ ഉള്ളറിഞ്ഞുള്ള സമ്പർക്കം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ദ്വീപിലെ അനുഭവമല്ല. അത് സമാന ചിന്തയുള്ളവരുടെ അല്ലെങ്കിൽ സമാന ചിന്താഗതിയുള്ളവരുടെ, അത് നേരുള്ളവരുടെ കൂട്ടായ്മയാണ് പ്രാർത്ഥന, കൊയിനോണിയ അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നത്. സമാന ചിന്താഗതിയുള്ളവരുടെ, നേരുള്ളവരുടെ കൂട്ടായ്മയാണ് ഇത്. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ തൻ്റെ സ്വപ്നവും അർത്ഥവും പറഞ്ഞു തന്നില്ല എങ്കിൽ സകല ജ്ഞാനികളെയും കൊല്ലുമെന്ന് കൽപ്പിക്കുമ്പോൾ ദാനിയേൽ നേരിട്ട് പോയി ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. അവൻ തൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് തൻ്റെ കൂട്ടുകാരെ വിളിച്ച് അവരെ 4 പേരും ചേർന്ന് ഒരുമിച്ച് ചേർന്നിരുന്നാണ് സ്വർഗസ്നായ ദൈവത്തോട് എന്ത് ചെയ്യുന്നത്, കരുണയ്ക്കായിട്ട് യാചിക്കുന്നത്. അങ്ങനെ കരുണയ്ക്കായിട്ട് യാചിക്കുന്നതിൻ്റെ ഫലമായിട്ട് ദൈവം അവിടെ ഉത്തരം നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിന് ശേഷം വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ച് കൂടുകയും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഉറ്റിരുന്നു എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ ഹൃദയ പരമാർത്ഥതയോടു കൂടി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് ശക്തിയില്ല എന്നല്ല, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്. എന്നാൽ നേരുള്ളവരുടെ സഭയിൽ, അതായത് ആത്മീയപരമായി നമ്മെ മനസ്സിലാക്കുന്നവരുമായുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യവും വെളിപാടുമുണ്ട്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തുന്നത്, എൻ്റെ നാമത്തിൽ 1 2 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. ദൈവം നൽകുന്ന വാഗ്ദാനം അതാണ്. എൻ്റെ നാമത്തിൽ 1 2 സമാന ചിന്താഗതിയുള്ളവരുടെ, ഒരേ ചിന്തയുള്ളവർ, അതാണ് നേരുള്ളവരുടെ സംഘമെന്ന് രേഖപ്പെടുത്തുന്നത്. സമാന ചിന്താഗതി, ഒരേ ചിന്താഗതിയുള്ളവരുടെ കൂട്ടത്തിനിടയിൽ ദൈവമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു തലമല്ല, ഒറ്റയ്ക്കുള്ള ഒരു തുരുത്തല്ല, ഒരു ദ്വീപല്ല നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മ അല്ലെങ്കിൽ പ്രാർത്ഥനാ സംഘം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ആരാധനയിൽ എല്ലാവരുടെയും സാന്നിധ്യം വേണമെന്ന് പറയുന്നത്. വിശുദ്ധ കുർബാനയിലാണെങ്കിലും മറ്റേത് ആരാധനയിലാണെങ്കിലും എല്ലാവരുടെയും പങ്കാളിത്തവും വേണമെന്ന് പറയുന്നത്. പണ്ട് കാലത്ത് വിശുദ്ധ കുർബാനയുടെ അവസരങ്ങളിൽ യാചിക്കേണ്ടും, വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ യാചിക്കേണ്ടും പാട്ടുപാടുന്ന സമയമുണ്ടല്ലോ. ഈ സമയത്ത് പ്രധാന ശുശ്രൂഷകൻ അല്ലെങ്കിൽ പ്രധാന ഷമ്മാശനായിട്ടുള്ള ആൾ പുറകോട്ട് നടന്നു വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വിശ്വാസത്തിൽ ഇല്ലാത്തവർക്കെല്ലാം പുറത്തിറങ്ങാം, ഈ വിശ്വാസത്തിൽ ഇല്ലാത്തവർക്കെല്ലാം പള്ളിക്ക് പുറത്തിറങ്ങും. കാരണം ഇനി നടക്കാൻ പോകുന്ന ശുശ്രൂഷ അതിതീവ്രമായിട്ടുള്ള ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവിശ്വാസിയായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുവാനായിട്ട് യുക്തിവാദി എന്ന് പറയത്തില്ലേ, ആ തലത്തിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുവാൻ തക്കവണ്ണമായിട്ട് വന്ന് നിൽക്കുന്നവരാണെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പുറത്താക്കി, അതായത് വിശ്വാസത്തിലില്ലാത്തവരെ പുറത്താക്കി കഥകടച്ച് ആരാധന നടത്തിയിരുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അതിനുശേഷമാണ് യാചിക്കേണ്ടും പൂർത്തീകരിച്ച് സ്തൗമൻ കാലോസ് എന്ന് പറഞ്ഞ് ചൊല്ലി അടുത്ത അനാഫോറ അടുത്ത ക്രമത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നത്. പിന്നെ പറയുന്നതിൽ നാം നല്ലവണ്ണം നിൽക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. അങ്ങനെ ആ നിൽക്കുന്ന ഒരു ആരാധനാ സംഘം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സോടുകൂടി ദൈവത്തെ ആരാധിക്കേണ്ടവരാണ്. പരസ്പരപരമായിട്ട് ഒരു വിശ്വാസമില്ലാതെ എൻ്റെ അടുക്കൽ നിൽക്കുന്നവന് ദൈവത്തിൽ വിശ്വാസമില്ല എങ്കിൽ എൻ്റെ ആരാധന അത് തടസ്സപ്പെടുത്തും. എൻ്റെ ആരാധന അത് തടസ്സപ്പെടുത്തും. കാരണം വിശ്വാസമില്ലാത്തവൻ നിൽക്കുന്നത് ആരാധിക്കാനല്ല, ദൈവത്തെ ചോദ്യം ചെയ്യുവാനും നമ്മുടെ ആരാധനയെ തടസ്സപ്പെടുത്തുവാനുമാണ്. അതുകൊണ്ടാണ് അവിടുന്ന്
പുറത്താക്കുകയും ചെയ്യുന്നത് എന്നുള്ളതും ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നാം ഇവിടുന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം തന്നെയാണ്, ആത്മീയപരമായി നമ്മുടെ ജീവിതയാത്ര നമ്മളായിരിക്കുമ്പോൾ നമ്മെ മനസ്സിലാക്കുന്ന, ദൈവത്തിൽ വിശ്വാസമുള്ള, സമാന ചിന്തയുള്ളവർ ഒരു കൂട്ടായ്മയിൽ നാം ആയിരിക്കണം എന്നുള്ളത്. പ്രത്യേക സാന്നിധ്യവും വെളിപാടും അവിടെ ഉണ്ടാകും. ദൈവം അരുളി ചെയ്യുന്നത് അത് തന്നെയാണ്. എൻ്റെ നാമത്തിൽ 1 2 3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. അതൊരു പൂർണ്ണമായിരിക്കുന്ന ഒരു ഉറപ്പാണ്, പൂർണ്ണമായിരിക്കുന്ന ഒരു വിശ്വാസം അതുണ്ടാകുവാൻ തക്കവണ്ണമായിട്ട് നമുക്കെപ്പോഴും സാധിക്കണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മരത്തേക്കാൾ കൊടുങ്കാറ്റിനെ അതിജീവിക്കുന്നത് വേരുകൾ പരസ്പരം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന വനത്തിലെ മരങ്ങളാണ് എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ വേരുകൾ പരസ്പരം ഒന്ന് കെട്ടുപിണഞ്ഞ് കിടക്കേണ്ടത് ആവശ്യകതയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണമായിട്ടുള്ള കൃപ ഉണ്ടാകേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യകതയാണ് എന്നുള്ളത് ഓർപ്പിക്കട്ടെ. മൂന്നാമതായിട്ടും അവസാന ഭാഗമായിട്ടും ലോകത്തെ പറ്റിയിട്ടാണ് പറയുന്നത്, അതായത് സദസ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സദസ്സ് എന്നതിന് വിവർത്തനം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം എന്ന് പറയുന്നത് ഏതാ എന്ന വാക്കാണ്. ഇത് സൂചിപ്പിക്കുന്നത് വിശാലമായ ഒരു ജനക്കൂട്ടത്തെയുമാണ്. അതായത് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ലോകത്തെ മുഴുവനും എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ പറയുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. പൂർണ്ണ ഹൃദയത്തോടു കൂടിയുള്ള സ്തുതി അടുത്ത സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ ഒതുങ്ങേണ്ട ഒന്നല്ല. അത് സമൂഹ മധ്യത്തിൽ പരസ്യമായി പ്രഖ്യാപിക്കപ്പെടേണ്ട ഒന്നുകൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ 116 സങ്കീർത്തനത്തിൽ അവിടെ നിന്ന് വായിക്കുന്നുണ്ടല്ലോ, ഞാൻ സഭയിലേക്ക് കടന്നു വന്ന് സകല ജനവും കാണുകെ എൻ്റെ നേർച്ചകളെ ഞാൻ സമർപ്പിക്കുമെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. സകല ജനവും കാണുകെ എൻ്റെ നേർച്ചകളെ ഞാൻ സമർപ്പിക്കണമെങ്കിൽ എൻ്റെ വിശ്വാസം എന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, സമാന ചിന്താഗതിയുള്ളവരുമായി ചേരേണ്ടതാണ്. സമാന ചിന്താഗതിയുള്ളവരുമായി ചേർന്ന് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല, ഈ ലോകത്തിന് മുഴുവനും നൽകേണ്ട ഒന്ന് തന്നെയാണ്. ഈ ലോകത്തിന് മുഴുവൻ നൽകുവാൻ തക്കവണ്ണമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും എന്നിൽ അവശേഷിക്കുന്ന, എന്നിൽ ലഭ്യമായിരിക്കുന്ന ആ കൃപകളെ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെ പരസ്യമായി പ്രഖ്യാപിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന പൂർണ്ണ ബോധ്യം നമ്മളെ എന്നും ഭരിക്കുവാൻ തക്കവണ്ണമായിട്ട് ഇടയാകണം. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, എന്നാൽ അതൊരിക്കലും ഒരു സ്വകാര്യപരമായിരിക്കുന്ന വിശ്വാസമല്ല എന്നുള്ളത് ഓർപ്പിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധനായിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റിയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ യേശു കാഴ്ച നൽകിയിരിക്കുന്ന അന്ധൻ്റെ കഥ ഇതിന് വലിയൊരു ഉദാഹരണമാണ്. അവനെ ശാസിക്കാനും ഭയപ്പെടുത്തുവാനും ശ്രമിച്ച ഒരു പരീക്ഷന്മാരുടെ വലിയൊരു കൂട്ടാരമുണ്ട്, വലിയൊരു കൂട്ടമുണ്ട്. ആ വലിയൊരു കൂട്ടത്തിന് മുമ്പാകെ, പരീക്ഷന്മാരെ ആ വലിയൊരു സദസ്സിന് മുമ്പാകെ അവൻ ഭയമില്ലാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവൻ പറയുന്ന ഒരൊറ്റ സെൻറ്റൻസാണ്, ഒന്ന് ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കാണുന്നു. അത് ആ സദസ്സിന് നൽകിയിരിക്കുന്ന വലിയൊരു സാക്ഷ്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ പ്രാണന് വേണ്ടി വാദിക്കുമ്പോഴും ആ രാജാവിൻ്റെയും ജനക്കൂട്ടത്തിൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് തനിക്ക് ദമസ്കോസിലേക്കുള്ള വഴിയിൽ വെച്ചുണ്ടായ ദൈവിക അനുഭവത്തെ പറ്റിയിട്ട് ധൈര്യസമേതം വിളിച്ചു പറയുന്ന ചിത്രവുമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായത്തിലും രേഖപ്പെടുത്തുന്നു. ലോകം എന്ത് വിചാരിക്കുമെന്ന ഭയമല്ല, തന്നെ രക്ഷിച്ചവനോടുള്ള നന്ദിയാണ് പൗലോസിനെ കൊണ്ട് സംസാരിപ്പിച്ചത്. സഭയ്ക്കുള്ളിൽ സ്തുതിക്കാൻ എളുപ്പമാണ്, എന്നാൽ ഒരു സദസ്സിൽ, നമ്മുടെ തൊഴിലിടങ്ങളിൽ, നമ്മുടെ കലാലയങ്ങളിൽ, നമ്മൾ ഇടപെടുന്ന സമൂഹത്തിൽ നമ്മുടെ ജീവിതം ദൈവത്തിനൊരു സ്തുതിയായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് യഥാർത്ഥ വെല്ലുവിളി. എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ദൈവം പല രീതിയിൽ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞിട്ടുണ്ട്. പലപലമായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളായിരുന്നപ്പോഴും ആ ആയിരുന്ന സാഹചര്യങ്ങളിലും ദൈവം നമ്പുരാൻ നമ്മെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ദൈവം നമ്മെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്ന പോലെ ഞാൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നീ അനുഭവിക്കുന്ന നന്മ നിൻ്റെ സ്വഭാവം കൊണ്ടോ നിൻ്റെ ജീവിതം കൊണ്ടുണ്ടായതല്ല, ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് ലഭിച്ചതാണ്. ആ ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ അത് ഉപയോഗമാകുമ്പോൾ ആ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ തക്കവണ്ണമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും എന്നുള്ളത് മറന്നു പോകാൻ തക്കവണ്ണമായിട്ട് ഇടയാകരുത്. കാരണം നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായിരിക്കുന്ന ദൈവം എന്നെ നിങ്ങളെയും ഒക്കെ അവിടുന്ന് വഴി നടത്തുവാൻ തക്കവണ്ണമായിട്ട് എല്ലാവിധമായ കൃപകളും ചൊരിഞ്ഞ് നൽകി അനുഗ്രഹത്തെ ഞാൻ വാങ്ങിച്ചു.
വാങ്ങിച്ചിരിക്കുന്ന ആ അനുഗ്രഹം എന്നിൽ അവിടുന്ന് മാത്രം ഒതുങ്ങേണ്ടതല്ല, എൻ്റെ സമാന ചിന്താഗതിയുള്ളവരോട് ചേരേണ്ടതാണ്. ആ സമാന ചിന്താഗതി ഉള്ളവരോട് ചേർന്ന് നിന്ന് ഈ സമൂഹത്തിന് മുഴുവനും നൽകേണ്ടതാണ്. ഇന്നലെ നാം വായിച്ചു കേട്ട ഏതെങ്കിലും ഭാഗത്തിലും, കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു കേട്ട ഏതെങ്കിലും ഭാഗത്തിലൂടെ പറയുന്നതാണ്, ഒരംശം പോലും നഷ്ടപ്പെട്ടു പോകാൻ തക്കവണ്ണമായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എന്നെ പിതാവ് ഏൽപ്പിച്ചിരിക്കുന്നതിൽ ഒരംശം പോലും നഷ്ടപ്പെട്ടു പോകാൻ തക്കവണ്ണമായിട്ട് പുത്രൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ശേഷിച്ച കഷ്ണങ്ങൾ മുഴുവനും ശേഖരിച്ചെടുക്കുന്നത്. ആ ശേഷിച്ച കഷ്ണങ്ങൾ ശേഖരിച്ചെടുത്തത് എവിടെ പോയി എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതും ആവശ്യകതയാണ്. അത് എവിടെ പോയി? അത് വിവിധങ്ങളായിപ്പോയി. 12 ഗോത്രങ്ങളിലേക്ക് പോയി, 12 സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ആ ശേഷിച്ച കഷ്ണങ്ങൾ പോയി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ നൽകി അവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണമായിട്ട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ നൽകിയിരിക്കുന്ന ആ അനുഗ്രഹത്തെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുമ്പോൾ അത് അപരനിലേക്ക്, മറ്റൊരുവനിലേക്കൊന്ന് പകർന്നു കൊടുക്കുവാനായിട്ട് ഇടയാകണം. എന്നിൽ തന്നെ പൂഴ്ത്തി വെക്കുവാൻ തക്കവണ്ണമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ സകലതും തീർന്നു എന്നുള്ളതും ഓർപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ അകം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതാണോ എന്നുള്ളത് നാം കണ്ടെത്തേണ്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. 2, നമ്മുടെ കൂട്ടായ്മ നേരുള്ളവരോടൊപ്പം തന്നെയാണോ എന്നുള്ളതും നാം ഒന്ന് കണ്ടെത്തേണ്ട ഒരു കടമയാണ്. നമ്മുടെ ലോകം, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നാം ദൈവത്തിന് ധീരമായിരിക്കുന്ന ഒരു സാക്ഷ്യമാണോ നൽകുന്നത് എന്നുള്ളതും നാം കണ്ടെത്തേണ്ട ഒരു ഉത്തരമാണ് എന്നുള്ളതും ഓർപ്പിക്കട്ടെ. ദാവീദിനെ പോലെ പൂർണ്ണ ഹൃദയമുള്ളവരായി തീരുവാൻ തക്കവണ്ണമായിട്ട് നമുക്കിടയാകണം. ദാനിയേലിനെ പോലെ കൂട്ടായ്മയെ സ്നേഹിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണമായിട്ട് ഇടയാകണം. അന്ധനായിരുന്നവനെ പോലെ സമൂഹ മധ്യത്തിൽ ധൈര്യത്തോടെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായി തീരണം. നമ്മുടെ ജീവിതം മുഴുനീളമുള്ള ഒരു ഹല്ലേലൂയ ആയി മാറട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തുതിയായി മാറട്ടെ. ആയതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ, സമൃദ്ധിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃത്വനാമം മാത്രം ഹൃദീകരിക്കപ്പെടുമാറാകട്ടെ.